മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ലി ബഅദി അസ്ഹാബി അലാ ഉരീക ഇംറഅതൻ മിൻ അഹ്ലിൽ ജന്ന, അദ്ദേഹം പറഞ്ഞു സ്വർഗ്ഗത്തിലെ ഒരു സ്ത്രീയെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരട്ടെ. ഖുൽതു ബല ഖാല ഹാദിഹിൽ മർഅതു സൗദാ, ഈ കറുത്ത വർഗ്ഗക്കാരിയായ ഈ കറുത്ത സ്ത്രീയാണ് സ്വർഗ്ഗത്തിലെ സ്ത്രീ. അത്തത്തിൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖാലത്, ആ സ്ത്രീ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്ന് പറഞ്ഞു, ഇന്നി ഉസ്റഉ വ ഇന്നി അതകശഫു, എനിക്ക് അപസ്മാരമുണ്ട്, ബോധം കെട്ട് വീണ അസുഖമുണ്ട്. അങ്ങനെ ഞാൻ ജനമധ്യത്തിൽ ബോധം കെട്ട് വീഴുമ്പോ എന്റെ വസ്ത്രം ശരീരത്തിൽ നിന്ന് നീങ്ങിയിട്ട് എന്ത് ചെയ്യും? ഔറത്ത് വെളിവാകും. എന്റെ മറ്റുള്ളവർ കാണരുത് എന്ന് ഞാൻ ആഗ്രഹിച്ച് ഞാൻ മറച്ചു നടക്കുന്ന ഭാഗങ്ങൾ എന്ത് ചെയ്യും? ഞാൻ ബോധം കെട്ട് വീഴുമ്പോൾ അത് വെളിവാകും. ഫദുഉല്ലാഹി, അതുകൊണ്ട് എന്ത് ചെയ്യണം? എനിക്ക് ആ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ ശിഅതി സബർതി വലകിൽ ജന്ന, ആ രോഗത്തിന്റെ വിഷയത്തിൽ നീ ക്ഷമിക്കുകയാണെങ്കിൽ സ്വർഗ്ഗമുണ്ട്, അപസ്മാര രോഗിക്ക് സ്വർഗ്ഗമുണ്ട്. വ ഇൻ ശിഅതി ദഅഉതുല്ലാഹ അൻ യുആഫിയകി, നല്ല എനിക്ക് പ്രാർത്ഥിക്കുക, ആ രോഗം മാറാനാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാ? പ്രാർത്ഥിക്കും ചെയ്യാ. ഫഖാലത്, അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, അസ്ബിറു, ഞാൻ എന്ത് ചെയ്യാ? ക്ഷമിച്ചോളാം റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖാലത്, എന്നിട്ട് പറഞ്ഞു, ഇന്നി അതകശഫു ഫദുല്ലാഹി അല്ലാ അതകശഫ ഫദഅലഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപസ്മാരം മാറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചാൽ അപസ്മാര രോഗം മാറും, ബോധം കടലിൽ നിൽക്കും. പക്ഷേ അതിനു വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ അത് കാരണം നിനക്ക് സ്വർഗ്ഗമുണ്ട് എന്ന് സ്വഹാബി വനിതയോട് പറഞ്ഞപ്പോൾ ആ സ്വഹാബി വനിത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ രോഗം മാറണ്ട, സ്വർഗം കിട്ടുമെങ്കിൽ അപസ്മാരം മാറേണ്ടതില്ല, പക്ഷേ എന്റെ ഔറത്ത് മറ്റുള്ളവർ കാണുന്ന അത് മാറാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അങ്ങനെ അതിനു വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. പിന്നീട് ആ സ്ത്രീക്ക്, ആ സ്വഹാബി വനിതയ്ക്ക് അപസ്മാരം സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ ആ സമയത്ത് ഒരിക്കൽ പോലും അവരുടെ വസ്ത്രം നീങ്ങിപ്പോയിട്ടില്ല. സ്വഹാബത്തിന്റെ ഭാര്യമാർ അവർ നോക്കിക്കണ്ടിരുന്ന രൂപമാണെന്ത്? ഇതെല്ലാം ഒരു രോഗമാണ് മാറിക്കിട്ടുന്നതിനേക്കാൾ നല്ലത് സ്വർഗമാണ് എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കുകയും അതുകൊണ്ട് തീരുമാനിക്കുകയും ചെയ്തവർ.